തൃശൂർ ദേശമംഗലത്ത് നെൽ കർഷകരെ വലച്ച് അപൂർവ രോഗം. പല്ലൂർ നോർത്ത് പാടശേഖരത്ത് മുണ്ടകൻ കൃഷിയുടെ രണ്ടാം വിളയാണ് വളർച്ച മുരടിച്ച് കരിഞ്ഞു പോകുന്നത്. പ്രദേശത്തെ 40ഓളം ഏക്കർ സ്ഥലത്ത് കൃഷി നശിച്ചുവെന്നാണ് കണക്ക്. മറ്റു പ്രദേശത്തേക്കും രോഗം വ്യാപിക്കാൻ ഇടയുണ്ടെന്ന ഭീതിയിലാണ് ഇപ്പോൾ കർഷകരുള്ളത്. നട്ടിട്ട് 44-45 ദിവസമായ നെല്ലാണ്. ഇതേ ദിവസം ഉരുകി ഉരുകി പോകാന്നല്ലാതെ മേലോട്ട് നല്ല വളർച്ച കിട്ടുന്നില്ല. കൃഷി വകുപ്പിൽ നിന്ന് വന്നിട്ട് അവർ പറഞ്ഞ മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു. ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. കടം കള്ളി മേടിച്ച് പണം വെച്ചിട്ടും പലിശയ്ക്ക് മേടിച്ചിട്ടും പണം തട്ട് 4-5 ലക്ഷം രൂപ എനിക്ക് തന്നെ ചിലവായിട്ടുണ്ട്. ഈ പാടശേഖരത്തിൽ മൊത്തം 40ഓളം ഏക്കർ കൃഷിക്ക് ഇത് ബാധിച്ചിട്ടുണ്ട് ഈ കേട്. ഈ നെല്ലിനത്തെ ബാധിക്കുന്ന ഈ അപൂർവ രോഗം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കർഷകർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം അനുവദിക്കപ്പെടുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, ഈ അപൂർവ രോഗം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത കർഷകർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ വലിയ അവരുടെ വിള ആകെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ നഷ്ടം നികത്തപ്പെടുമോ? അതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? കർഷകർ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവിടെ? ഗോപികൃഷ്ണൻ, ഈ രോഗം എന്താണെന്ന് തിരിച്ചറിയാത്തതും ഇതിന് പ്രതിവിധി കണ്ടെത്താത്തതുമാണ് ഈ കർഷകരെ വലയ്ക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നമായി ഇവർ ഉയർത്തിക്കാട്ടുന്നത്. പലരും വായ്പ എടുത്തൊക്കെ കൃഷി ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകുന്നത്, അതായത് ഇവർ പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉരുകുന്നത് പോലെ ഈ നെൽച്ചെടി, അതായത് ഞാറ് വളർച്ച മുരടിച്ച് നിൽക്കുകയും പിന്നീട് ഇത് ഈ കരിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. അതായത് പ്ലാസ്റ്റിക് ഒക്കെ ഉരുകുന്നത് പോലെ, അതായത് ആദ്യം ഇതിനൊരു വാട്ടം സംഭവിക്കുന്നു, അതിനുശേഷം ഇത് ഈ അഴുകിപ്പോകുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യം ചെറിയ രീതിയിൽ പാടശേഖരങ്ങളിൽ ഇത് രൂപപ്പെടുകയായിരുന്നു. ആ സമയത്ത് തന്നെ കൃഷിവകുപ്പിന്റെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി അവർ പറഞ്ഞ മരുന്നെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇത് വ്യാപകമായി മറ്റു പാടശേഖരങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു. പ്രദേശത്തെ മുഴുവൻ പാടശേഖരങ്ങളിലേക്കും ഇത് വ്യാപിച്ചതാണ് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് പ്രതികരിച്ച ആൾ എന്ന് പറയുന്നത് ഈ തറയിൽ വീട്ടിൽ ഹസ്സനാണ്. അദ്ദേഹത്തിന്റെ 14 ഏക്കർ കൃഷിയിടമാണ് ഇത്തരത്തിൽ ഈ ഞാറുകൾ കരിഞ്ഞു പോയത്. അതോടൊപ്പം തന്നെ ഉമ്മർ എന്ന വ്യക്തിയുടെ 12 ഏക്കറോളം സ്ഥലം പോയി. അതുപോലെ തന്നെ യൂസഫ്, അതുപോലെ അഷ്റഫ് തുടങ്ങി വലിയൊരു പട്ടിക, അതായത് ഈ കർഷകരെ സംബന്ധിച്ച് വലിയ ദുരിതത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. 40 ഏക്കറോളം സ്ഥലമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ ഭീതിയിലാക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇവർ പറയുന്നത് തൃശ്ശൂരിലെ നെൽ കർഷകരെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന, വേദനിപ്പിക്കുന്ന വിവരമാണ് ഇത്. ഒരു അപൂർവ രോഗം ബാധിച്ച് നെൽകൃഷി നശിച്ചു പോകുന്നു കൂട്ടത്തോടെ. അതെന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവരെ ആശങ്കയുണ്ടാക്കുന്നത്. കൂടുതൽ നെൽപ്പാടങ്ങളിലേക്ക് ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്ക കൂടി അവർക്കുണ്ട്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.